ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരിയാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, അതുപോലെ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ റവ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് റവയാണ് വേണ്ടത്. വറുത്ത റവയായാലും കുഴപ്പമില്ല, വറുക്കാത്തായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർക്കണം. 1/4 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാനായിട്ട്. അപ്പോൾ 1/2 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ശരിക്കും ഈ റവയ്ക്ക് ഒന്ന് വെന്ത് കുതിർന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു 5 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ റവയൊക്കെ കണ്ടില്ലേ, നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ആ വെള്ളമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഉടച്ചെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ജീരകമാണ്. ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ചതച്ച മുളക് ചേർക്കാം. ഒരു 1/2 ടീസ്പൂണാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ചതച്ച മുളക് ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഈ മുളക് ഇതുപോലെ ചേർക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുക. പിന്നെ കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഗോതമ്പ് പൊടി മുഴുവനായിട്ടും ചേർക്കേണ്ട. ആദ്യം ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുഴയ്ക്കുന്നോറും ചേർത്ത് വീണ്ടും കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യാനുസരണം ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് കുഴച്ചെടുക്കുക. ആദ്യം ഒന്ന് കുഴച്ചെടുത്ത് നോക്കുക. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കാം. മൊത്തം 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. ഒട്ടും തന്നെ വെള്ളം വേണ്ടി വരില്ല. റവയിലുള്ള ഈർപ്പം തന്നെ മതിയാവും നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ഇത് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത വിധം നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുത്തു. ഇനി നമുക്കിത് പൂരി, നമ്മൾ സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ മാവെടുത്ത് ചെറിയ ബോൾസ് ആക്കി ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ മാവ് എടുക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ വേണം എടുക്കാനായിട്ട്. ഒരുപാട് ചെറിയ ബോൾസ് ആക്കണ്ട, കുറച്ച് വലുപ്പത്തിൽ തന്നെ എടുക്കുക. ഇത്രയും വലുപ്പത്തിൽ എടുത്താൽ മതി. ബാക്കിയുള്ളതും രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം സാധാരണ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മളിതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ എണ്ണ ചൂടാവണം. അപ്പോൾ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൂരിയും ഇട്ട് കൊടുക്കാം. പൂരി ഇട്ട പാടെ തന്നെ നമുക്ക് ആ സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ പൊങ്ങി കിട്ടും. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആ റവയും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഈ പൂരിക്ക്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം. അതല്ലാതെ സ്നാക്സിന് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിരിക്കും. നമുക്ക് വേറെ ഒരു കറിയൊന്നും വേണ്ടി വരില്ല. ഈ പൂരി തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക്